ഫുള്ള് ഇങ്ങനെ തേന് കണ്ട ഇങ്ങനെ ഒലിച്ചിറങ്ങുക തേൻ ആട്ട അങ്ങനെ പൊട്ടിച്ചെടുക്കും. ഇന്ന് നമ്മളപ്പോൾ എല്ലാവരും കൂടിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിലേക്ക് പോയതാട്ടോ. ആ വീട്ടിൽ പോയപ്പോൾ അവിടെ കറണ്ട് ഇല്ല. കറണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ മെയിൻ സ്വിച്ചിൻ്റെ മെയിൻ ബോർഡ് അയച്ചപ്പോഴാണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. കംപ്ലീറ്റ് ചെറിയ തേനീച്ച. തേനാണെന്നുണ്ടെങ്കിൽ ഒരു പരപ്പ് തേനുണ്ട്. അത് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആകെ ഈ ചെറിയ തേനീച്ച വന്നിട്ട് നമ്മളതിൻ്റെ മേത്തൊക്കെ അരിച്ച് ആകെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ സജിയേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. സജിയേട്ടനാണ് അപ്പോൾ അത് കൈയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എടുത്തത് മൊത്തം തേന്. നമുക്ക് ഈ തേൻ എടുക്കേണ്ട വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒരു പാത്രം ഉണ്ടായിരുന്നു. ആ പാത്രത്തിലേക്ക് ഞങ്ങളിങ്ങനെ കൈ കൊണ്ട് വലിച്ചെടുക്കുമായിരുന്നു. പക്ഷേ ഒരുപാട് തേൻ ഇതാ ചെമ്മറിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ഒരുപാട് വേസ്റ്റായിട്ട് പോയിട്ടാണ്. എൻ്റെ പൊന്ന്, അതിങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് എടുക്കണം. മതി. എൻ്റെ പൊന്നു നിൽക്കുന്ന ഇനി ഉണ്ട് തോന്നുന്നു കേട്ടോ. ഇതേ ഇവിടെ മുട്ട ആ സൈഡിലിരുന്നോട്ടെ. മുട്ട കളയണ്ട, മുട്ട മാറ്റി വെക്കാം നമുക്ക്. ഇതാണ് അവസ്ഥ. സ്വിച്ച് ബോർഡ് അതിൻ്റെ ഈച്ചകൾ കംപ്ലീറ്റ് വേണ്ട, ആകെ ഈച്ചയാണ്. കിട്ടിയെന്നോട്ടെ, കട്ടി ചേട്ടാ. ഇതാണ് കണ്ടോ തേൻ, അടിപൊളി സാധനം കേട്ടാ. ചെറുതേനാണ്. ഈച്ച പുതിയാണ്, കംപ്ലീറ്റ് ഈച്ചയാണ്. ഇതാണ് അവസ്ഥ.